മാഡം, അതേപോലെ ഇപ്പം ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. അതേസമയം ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ഇങ്ങനെ നേരിടുന്നുണ്ടോ? എപ്പോഴും നമുക്ക് ഏത് സെക്ടറിലാണെങ്കിലും വെല്ലുവിളികളുണ്ട്. അപ്പം കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം കേരളത്തിലെ കാലാവസ്ഥ പ്രവചനം നടത്തുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥയുടെ പാരാമീറ്ററിൻ്റെ ഒബ്സർവേഷനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫിനോമിനാണ്. അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാകുന്ന ചൂടിൻ്റെ കൂടുതലോ കുറവോ വേറൊരു സ്ഥലത്തുണ്ടാകുന്ന വെതർ ഫിനോമിനെ കൂടെ അത് ബാധിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടെലി കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്ലോബലി ഉണ്ടാകുന്ന എല്ലാ വ്യത്യാസങ്ങളും ഇപ്പോൾ നോക്കുകയും അതിനനുസരിച്ചുള്ള മോഡലിനകത്ത് ഈ ഡാറ്റ എല്ലാം അസിമുലേറ്റ് ചെയ്ത് അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ആ സ്ഥലത്തെ ഫോർകാസ്റ്റ് കൂടുതൽ കൃത്യതയിലേക്ക് കൊടുക്കാൻ പറ്റും, കൃത്യതയോടുകൂടി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.